തീർച്ചയായിട്ടും ഞങ്ങൾ വലിയ സന്തോഷത്തിലാണ്. കേരളം ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. പേരാമ്പ്രയിലെ വിജയത്തിലൂടെ അതൊന്നുകൂടി അടിവരയിടുകയാണ്. മതനിരപേക്ഷതയുടെ വിജയമാണ് പേരാമ്പ്രയിൽ ഉണ്ടായിട്ടുള്ളത്. പല വിഭാഗത്തിൽപ്പെട്ട നേരത്തെ എന്തൊക്കെയാണോ ആരോപണങ്ങൾ അതിനെല്ലാം തള്ളിക്കളയുന്ന രൂപത്തിലുള്ള ഒരു വിജയം പേരാമ്പ്രയിൽ ഉണ്ടായി. വർഗീയപരമായിട്ടുള്ള ആരോപണങ്ങൾക്ക് എതിരെയുള്ള ജനവിധിയാണ് ഈ വിജയത്തിലൂടെ പേരാമ്പ്രയിലുള്ള ആളുകൾ ബോധ്യപ്പെടുത്തിയിട്ടുള്ളത്. ഒരുപാട് ആളുകളോട് ഈ സമയത്തിൽ നന്ദി പറയാനുണ്ട്. ഒരുപാട് ആളുകളുടെ പ്രയത്നമാണ്, അവരുടെ സ്വപ്നമാണ്, അവരുടെ ഓരോരുത്തരുടെയും പ്രതീക്ഷയാണ് ഇപ്പോൾ പേരാമ്പ്രയിലെ ഈ ഒരു വിജയം. അവർക്ക് ഞാൻ ഈ ഒരു ജനവിധി അവർക്ക് സമർപ്പിക്കുകയാണ്. അതെ അതെ, തീർച്ചയായിട്ടും അദ്ദേഹം വലിയ ഒരു നേതാവാണ്. വളരെ അടിസ്ഥാന വിഭാഗമായിട്ടുള്ള തൊഴിലാളി വിഭാഗത്തിൽ നിന്ന് ഉയർന്നു വന്ന് കേരളത്തിലെ എടുത്തു പറയേണ്ട LDFന്റെ നേതാക്കന്മാരിൽപ്പെട്ട LDFന്റെ കൺവീനർ തന്നെയാണ്. അപ്പൊ അതിലൊന്നും സംശയമില്ല. പക്ഷെ ഈ ജനവിധിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. കേരളത്തിലെ അധികാരത്തിന്റെ അഹങ്കാരത്തിനേറ്റിട്ടുള്ള ഒരു തിരിച്ചടി കൂടിയാണ് ഈ വിജയം എന്നുള്ളത് ഒന്നുകൂടെ നമ്മൾ ഈ ഒരു അവസരത്തിൽ പറയേണ്ടത്. നേരത്തെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പൊ അതിന്റെ ഒരു ജനവിധിയാണ് കേരളത്തിലുടനീളം ഇപ്പൊ കാണുന്ന ഈ UDF തരംഗം. ഞാൻ പറഞ്ഞല്ലോ ഇത് വർഗീയപരമായിട്ടുള്ള ആരോപണങ്ങൾക്കെതിരെയുള്ള ജനവിധിയാണ്. അതാണ് ഇതിലെ ഏറ്റവും വലിയ അംഗീകാരമായിട്ട് ഞാൻ കണക്കാക്കുന്നത്. സെക്യുലർ ആണ് പേരാമ്പ്ര എന്നുള്ളത് തുടക്കം മുതൽ ഞാൻ പറയുന്നത്, തുടക്കം മുതൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതാണ്. ഈ ആളുകളെ നിങ്ങൾ ചെറുതാക്കി കാണരുത്. പേരാമ്പ്രയിലുള്ള ആളുകൾ ഉന്നതമായിട്ടുള്ള ജനാധിപത്യ മൂല്യമുള്ള ആളുകളാണ്. അവരുടെ വോട്ടുകളാണിത്. സെക്യുലർ വിജയമാണ് പേരാമ്പ്രയിൽ ഉണ്ടായിട്ടുള്ളത്. വലിയ സന്തോഷമുണ്ട്. ഒരുപാട് നിയോഗങ്ങള് എനിക്ക് ഈ പാർട്ടിയിൽ വന്നതിന് ശേഷം UDF സംവിധാനത്തിലൂടെ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് ബഹുമാന്യപ്പെട്ട നേതാക്കന്മാരൊക്കെ ആ രൂപത്തിലേക്ക് പരിഗണിക്കുകയും സംവിധാനത്തിലൂടെ കടന്നു വന്നതുകൊണ്ട് ഈ ചെറിയ ഒരു പ്രവർത്തകയ്ക്ക് ഇത്രയും വലിയ ഒരു ബഹുമതി തന്നത് ഒരു വലിയ ഉത്തരവാദിത്തമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അതിനോട് 100% എന്റെ എല്ലാവിധ പ്രയത്നവും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നീതിപൂർവമായിട്ട് അതിനെ കൈകാര്യം ചെയ്യാനുള്ള ശ്രമം നടത്തും. അതിനെ പറ്റിയിട്ടല്ലല്ലോ ഇപ്പൊ പറയേണ്ടത്. ഇപ്പൊ അവിടുന്ന് സർട്ടിഫിക്കറ്റ് പോലും മുഴുവനായിട്ട് വാങ്ങിയിട്ടില്ല. അപ്പൊ എന്തായാലും എല്ലാവരോടും നന്ദിയുണ്ട്. പേരാമ്പ്രയുടെ മണ്ണിലേക്ക് നിങ്ങൾ എല്ലാവരും വന്നിട്ടുണ്ട്. പല രൂപത്തിലുള്ള ആരോപണങ്ങളാണ് തുടക്കം മുതൽ തന്നെ, പേരാമ്പ്രയിൽ ഇറങ്ങിയത് മുതൽ തന്നെ പല രൂപത്തിൽ. എന്തിന് പോളിംഗ് കഴിഞ്ഞതിന് ശേഷവും ഇവിടെ ഈ JDTയുടെ മുന്നിൽ വന്നിട്ട് നമ്മളൊക്കെ പല രൂപത്തിലുള്ള വിവാദങ്ങൾക്കും മറുപടി പറഞ്ഞതാണ്. അപ്പം എല്ലാ രൂപത്തിലും ഞാൻ പറഞ്ഞല്ലോ, എല്ലാ രൂപത്തിലുമുള്ള ജനങ്ങളുടെ വിധിയെഴുത്താണിത്. സാധാരണക്കാരായിട്ടുള്ള ആളുകളെ അവര് തന്നിട്ടുള്ള അംഗീകാരമാണിത്, അവരുടെ വിജയമാണിത്. പേരാമ്പ്രയിലെ വളരെ സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് ആളുകളെ ഇപ്പൊ ഇത് പറയുമ്പോൾ എന്റെ മനസ്സിലേക്ക് ഒരുപാട് ആളുകളുടെ മുഖം തെളിയുന്നുണ്ട്. അവരുടെയൊക്കെ നേരിട്ട് പോയിട്ട് അവരോടൊക്കെ നന്ദി പറയും. അവരുടെയൊക്കെ പ്രതീക്ഷക്കത്ത് ഉയരാനുള്ള ശ്രമം ഞാൻ എന്തായാലും ശ്രദ്ധിക്കും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.